എൻ്റെ പേര് ഷൈനു ക്ലെയർ മാത്യൂസ്. ഞാൻ UK-യിൽ മാഞ്ചസ്റ്ററിൽ നിന്നാണ് വരുന്നത്. അവർ ലേഡി ലൂർദ് ചർച്ച് ഇടവകാംഗമാണ്. എനിക്കിന്ന് ഇവിടെ വരാനും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം പറയാനും ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃപാസനത്തെ പറ്റിയുള്ള വളരെ വലിയ വിവരങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എങ്ങനെയാണ് ഇവിടുത്തെ പ്രാർത്ഥനയെന്നും നേർച്ചയെന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എല്ലാ പള്ളികളിലും നടക്കുന്ന പോലെ ഒരു നേർച്ചയായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് ഞാനിവിടെ വന്നു. UK-യിൽ നിന്ന് ലീവിന് ഇവിടെ വന്ന് ഈ പള്ളിയുടെ എതിരെ എല്ലാം നടന്നു നോക്കി. എനിക്കറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് അവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് തലയ്ക്ക് പിടിപ്പിച്ചിട്ട് പുറത്തുള്ള മാതാവിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നേർച്ചയും ഇട്ടിട്ട് പോയി. എൻ്റെ ഒരു കൂട്ടുകാരി വീണ്ടും എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല ചെയ്യേണ്ടത്, അവിടെ ചെന്ന് ഉടമ്പടി എടുക്കണം. ഉടമ്പടി എടുത്ത് നമുക്ക് ആ ഉടമ്പടിയിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിക്കണം എന്ന് പറഞ്ഞു തന്നതിൽ പ്രകാരം വീണ്ടും ഞാൻ അടുത്ത ലീവിന് ഇവിടെ വന്നു വീണ്ടും ഇതിലെല്ലാം പോയി നടന്നു. എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും വീണ്ടും എനിക്ക് പിടികിട്ടിയില്ല. ഞാൻ തിരിച്ചു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ UK-യിൽ കെയർ ഹോം നടത്തുകയാണ്. ഞാൻ അവിടെ ഓൾഡ് ഏജ് ഹോം എന്ന് പറയും, അവിടെ നേഴ്സിംഗ് ഹോം എന്ന് പറയും. അവിടെ നേഴ്സിംഗ് ഹോം നടത്തുന്നത് എൻ്റെ അടുത്തൊരു 100 സ്റ്റാഫോളം വർക്ക് ചെയ്യുന്നുണ്ട്. മലയാളികളായ 100ഓളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ഇവിടെ നിന്നും വിസയിൽ പോയ സ്റ്റാഫാണ്. അവിടുത്തെ ഇമിഗ്രേഷൻ്റെ റൂളുകളെല്ലാം വളരെ സ്ട്രിക്റ്റായ സമയത്ത് ഞങ്ങളുടെ ലൈസൻസിന് ഒരു പ്രോബ്ലം ഉണ്ടായി. കാരണം ഞങ്ങളുടെ ഡയറക്ടേഴ്സിൻ്റെ ഷെയർ ഹോൾഡിങ്ങിനൊരു ചേഞ്ച് വന്നപ്പോൾ അത് ഹോം ഓഫീസിനെ ഇൻഫോം ചെയ്തില്ല എന്ന് പറഞ്ഞ കാരണത്താൽ യാതൊരു നോട്ടീസും ഇല്ലാതെ അവർ അപ്പീലിന് പോലും തരാതെ എനിക്ക് ആ ലൈസൻസ് റിവോക്ക് ചെയ്തു. അത് ചെയ്തതോടുകൂടി ഞങ്ങളുടെ ബിസിനസ്സും ആകെപ്പാടെ താറുമാറായി. കുട്ടികളെല്ലാം പരിഭ്രാന്തരായി. കാരണം എല്ലാവർക്കും തിരികെ പോരേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ വേറെ പലയിടത്തും ജോലി അന്വേഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജോലി അന്വേഷിച്ച് കിട്ടുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടാണ്. റീലൊക്കേഷൻ ചെയ്യുക എന്ന് പറയുന്നതും ഒരു ഫാമിലി എല്ലാമായിട്ട് താമസിക്കുന്ന അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആകെപ്പാടെ ഞങ്ങളുടെ നേഴ്സിംഗ് ഹോമിലെ അന്തരീക്ഷം തന്നെ വളരെ മാറി. കുട്ടികളെല്ലാം ഡിപ്രസ്ഡായി. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന സമയത്ത് ഞാൻ ഓർത്തു ഏതായാലും കൃപാസന മാതാവിൻ്റെ അടുത്ത് പോവുകയും എൻ്റെ സങ്കടം പറയുകയും ചെയ്യണം. കാരണം ഞാനും വളരെയധികം തകർന്നു. UK-യിൽ ആകെമാലം ഞങ്ങളുടെ ഹോമിനെ പറ്റിയുള്ള വാർത്തകളും ഒക്കെ വരാൻ തുടങ്ങി. ലൈസൻസ് റിവോക്കായി, 100ഓളം സ്റ്റാഫ് തിരിച്ചു പോകേണ്ടതായി വരുന്നു എന്നുള്ള വാർത്തകളും എല്ലാം വരാൻ തുടങ്ങി. ഞാനും ആകെ തകർന്നിരുന്ന സമയത്ത് വീണ്ടും ഞാൻ ലീവിന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. 25/9/2025 ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര വലിയ ആത്മീയമായിട്ടുള്ള രീതിയിലൊന്നും ജീവിക്കുന്ന ഒരാളല്ല. അത്യാവശ്യം ഞായറാഴ്ചയും അതുപോലുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലും പള്ളിയിൽ പോകുമെന്നൊഴിച്ച് ബാക്കിയുള്ള പ്രാർത്ഥനകളോ വലിയ ഡീപ്പായിട്ടുള്ള ഒരു ആത്മീയ ജീവിതമൊന്നും എനിക്കില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് കൃത്യമായിട്ടുള്ള ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും പാലിക്കാനും രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥന ചെല്ലാനും വൈകുന്നേരത്തെ പ്രാർത്ഥനയൊക്കെ മുടങ്ങാതെയും ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനവും എല്ലാം കൃത്യമായിട്ട് കേൾക്കാൻ തുടങ്ങുകയും എൻ്റെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം സംഭവിക്കുകയും ഞാൻ എപ്പോഴും മൊബൈലിൽ വെച്ച് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പുമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഞാൻ അതിൽ നിന്നും എല്ലാം മാറി എനിക്ക് എപ്പോഴും ഇത് മൊബൈൽ വഴിയാണെങ്കിൽ പോലും ലുത്തീനിയ കേൾക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് എൻ്റെ ടൈം ആ ഒരു രീതിയിലേക്ക് ഞാൻ ചിലവഴിക്കാനും തുടങ്ങി. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയപ്പം ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു സ്റ്റാഫും എൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇലഞ്ഞിപ്പൂവിൻ്റെ സ്മെൽ അനുഭവപ്പെട്ടു. പക്ഷേ എനിക്കിങ്ങനെ ഒരു സുഗന്ധാഭിഷേകത്തിനെ പറ്റിയൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ ആ സമയം വരെ സാക്ഷ്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അടുത്തിരുന്ന ആളോട് ചോദിച്ചു, ഇതിലെ വല്ലൊരു എയർ ഹോസ്റ്റസ് ആ പെർഫ്യൂം അടിച്ചു പോയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, അവർക്കാർക്കും അങ്ങനെ അനുഭവപ്പെട്ടില്ല. ഒരു സെക്കൻഡ് നേരത്തേക്ക് അത് അനുഭവപ്പെട്ടു. തിരിച്ച് ഞാൻ UK-യിൽ ചെന്ന് ഇറങ്ങി ഞാൻ ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു സുഗന്ധാഭിഷേകമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാൻ ഇതുപോലെ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ട് കൃത്യമായിട്ട് ബൈബിൾ വായിക്കുകയും രാത്രിയിൽ പ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് ചെല്ലുകയും നേഴ്സിംഗ് ഹോമുകളിൽ എല്ലാ ദിവസവും രാവിലെ ഡ്യൂട്ടിക്ക് അവിടെ അങ്ങനെ ഒരു ശീലങ്ങളൊന്നുമില്ല. ഒരു നേഴ്സിംഗ് ഹോമിലും പ്രാർത്ഥനയൊന്നുമില്ല. എങ്കിലും ഡ്യൂട്ടിക്ക് മുമ്പായിട്ട് സ്റ്റാഫുമാരെല്ലാവരും നിന്നോട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. മാതാവിൻ്റെ വെഞ്ചരിച്ച രൂപം ഞങ്ങളുടെ നേഴ്സിംഗ് ഹോമിൻ്റെ കയറി വരുന്ന റിസപ്ഷൻ റൂമിൽ തന്നെ വെച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, UK-യിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഹോം ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ വരുന്നു, നിങ്ങൾക്ക് 18 മാസം കൂളിംഗ് പീരീഡ്, അതായത് 18 മാസം കഴിഞ്ഞ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്ന ആ റൂൾ എടുത്ത് മാറ്റി
നിങ്ങൾക്ക് വീണ്ടും ലൈസൻസിന് അപ്ലൈ ചെയ്യാമെന്നൊരു ഒരു ലെറ്റർ എനിക്ക് വരികയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയി. കാരണം അങ്ങനെ ഒരു നിയമം മാറുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, അങ്ങനെ ഒരു ഹോമിന് കിട്ടിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു ലെറ്റർ വന്നു. ആ ലെറ്റർ കിട്ടി കഴിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ സ്റ്റാഫുമാരെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയാം. എനിക്ക് 10-100 പേരെയും ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല, എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നവരെ കൊണ്ട് വന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉറപ്പ് പറഞ്ഞ് അന്ന് തന്നെ ഞാൻ പറഞ്ഞു. അതിനുശേഷം ആ ഒരു ലൈസൻസ് കിട്ടി. വീണ്ടും ഞങ്ങൾക്ക് ഈ ആദ്യത്തെ ലൈസൻസ് റിവോക്ക് ആയതുകൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് പുതിയ ലൈസൻസ് അപ്ലൈ ചെയ്യണം. പുതിയ ലൈസൻസ് അപ്ലൈ ചെയ്ത് ഈ 100ഓളം കുട്ടികളുടെ വിസ പുതിയ ലൈസൻസിലേക്ക് മാറ്റണം. അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത് ഞങ്ങൾ കാത്തിരുന്ന സമയത്ത് ആദ്യത്തെ ബാച്ചിൻ്റെ ലൈസൻസ് പുതുക്കി അവർക്ക് പുതുതായിട്ടുള്ള COS വരേണ്ട സമയം തീരുന്നതിൻ്റെ തലേ ദിവസം വരെയും ഞങ്ങൾക്ക് COS വന്നില്ല. അതിനോടകം കുറേ കുട്ടികളൊക്കെ വേറെ സ്ഥലത്ത് പോയി. കുറേ കുട്ടികൾ എൻ്റെ കൂടെ പിടിച്ചു നിന്നു. ഇല്ല, എന്ത് വന്നാലും ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് തന്നെ അവർ നിന്നു. ഇവർക്ക് COS പുതുതായിട്ട് കൊടുത്ത് ആപ്ലിക്കേഷൻ ഇടണ്ട. തലേ ദിവസം വൈകുന്നേരം മൺഡേയിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഫ്രൈഡേ ഈവനിങ്ങിന് 3 മണിയായപ്പോൾ എനിക്ക് അടുത്ത ലെറ്റർ ഹോം ഓഫീസിൻ്റെ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് 26 COS നിങ്ങളുടെ സാങ്ഷൻ ആക്കിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഓരോ ആൾക്കാർക്കും 4000 പൗണ്ട് വെച്ച് കൊടുത്ത് FLRന് ഇടണമായിരുന്നു. ഓരോ ഫാമിലിക്കൊക്കെ 16,000 പൗണ്ട് വരെ കൊടുക്കണമായിരുന്നു. അതിൽ നിന്നെല്ലാം മാതാവ് വളരെയധികം കാത്ത് പരിപാലിച്ചു. വളരെയധികം വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ നേഴ്സിംഗ് ഹോമിൻ്റെ കയറി വരുന്ന വാതിലിൽ കുരിശ് വരയ്ക്കും, ഉപ്പ് അവിടെയെല്ലാം വെതറും, അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വളരെയധികം മാതാവിൻ്റെ ഒരു അത്ഭുതം ഞങ്ങളുടെ ഹോമിൽ പ്രവർത്തിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ എല്ലാം വിസ റിന്യൂ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. രണ്ടാമതായി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സമയത്ത് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കെയർ ഹോമിനെ വളരെയധികം കഴിഞ്ഞിട്ട് സ്റ്റാഫുമാർ പോകുന്നു. അവരുടെ എല്ലാം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ആ സമയത്ത് വന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് അവിടുത്തെ ടാക്സ് HMRC എന്നാണ് പറയുന്നത്, ടാക്സ് ഓഫീസിന് ഒരു 4.5 കോടിയോളം രൂപ ഞങ്ങൾക്ക് അടയ്ക്കണം. അത് അടയ്ക്കാനുള്ള പെൻഡിങ് വന്നു. ആ പെൻഡിങ് വന്ന സമയത്ത് ഞങ്ങൾക്ക് 14 ദിവസത്തെ നോട്ടീസ് തന്നു, അല്ലെങ്കിൽ ഹോം ക്ലോസ് ചെയ്യുമെന്നും പറഞ്ഞ്. ഇതിൻ്റെ സത്യം പറഞ്ഞാൽ കൂനിന്മേ കുരു എന്ന പോലെ തന്നെയാണ് ഞങ്ങൾക്ക് അന്ന് അനുഭവപ്പെട്ടത്. കാരണം ഇതിൻ്റെ ഒന്ന് കഴിഞ്ഞ് നിൽക്കുന്ന അതിൻ്റെ ആ ഒരു വിഷമത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ടാക്സ് ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് വൈൻഡിങ് ലെറ്റർ വരുന്നത്. 14 ദിവസമുള്ള എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് എനിക്കൊരു 2-2.5 കോടിയോളം രൂപ എനിക്ക് പെൻഡിങ് കിടപ്പുണ്ടായിരുന്നു വരാൻ. അതും കിട്ടുന്നില്ല. ഞാൻ അതിനു വേണ്ടി വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷേ അതൊന്നും റിലീസാകുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ പൈസ അവിടെ കിടക്കുന്നു, എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല. ആ സമയത്ത് ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ പൈസ റിലീസ് ചെയ്യാനുള്ള പേപ്പറുകൾ നീക്കിക്കൊണ്ടിരുന്നു. അതും അത്ഭുതമെന്ന് പറയട്ടെ, വളരെ പെട്ടെന്ന് അവർ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് ആ പൈസ റിലീസ് ചെയ്ത് തന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് പല മീറ്റിങ്ങുകളിലും വെച്ച് കണ്ട് പരിചയമുള്ള ഒരു അച്ചായന് എനിക്കത് ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യൂ ഷൈനു, ഞാൻ നിനക്ക് പൈസ തരാം, നീ എനിക്ക് പലിശ പോലും തരണ്ട എന്ന് പറഞ്ഞ് എന്നെ സഹായിച്ചു. ആ പൈസ HMRCയുടെ ടാക്സ് ഓഫീസിൻ്റെ പൈസ ഞങ്ങൾക്ക് വിതിൻ 14 ഡേയ്സ് പറഞ്ഞ് ഞങ്ങൾക്ക് 8-9 ദിവസം കൊണ്ട് ഞങ്ങൾക്കത് അടയ്ക്കാൻ സാധിച്ചു. അങ്ങനെ ആ ഒരു വളരെ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളുടെ ഹോമിനെ രക്ഷിക്കാൻ സാധിച്ചു. ഈ സാമ്പത്തികമായി ഈ ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഞങ്ങൾക്ക് ദുബായിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണം സെയിൽ ചെയ്തേക്കാമെന്ന് കരുതിക്കൊണ്ട് സെയിലിൻ്റെ പ്രോസസ്സുമായി നീങ്ങുന്നു. എല്ലാ കച്ചവടക്കാർ വരും, നോക്കും, പോകും, പിന്നെ ഇങ്ങോട്ട് വരത്തില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായി സെയിൽ ചെയ്യാൻ നടക്കുന്നില്ല. ലാസ്റ്റ് ഞാൻ ദുബായിൽ ചെന്ന് ഞാൻ ഇതുപോലെ തന്നെ എണ്ണ കൊണ്ട് കുരിശ് റെസ്റ്റോറൻറ്റ് മുമ്പിൽ വരച്ച് ഉപ്പ് ഞാൻ അവിടെയെല്ലാം വെതറി അങ്ങനെ നിന്ന് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ കച്ചവടവും നടക്കാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഇത് വലിയ ഒരു ഉപകാരങ്ങൾ എനിക്ക് മാതാവിൽ നിന്നും സ്വീകരിക്കാൻ പറ്റിയതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എൻ്റെ ഓരോ ദിവസത്തെയും ജീവിതം ഞാനിപ്പോൾ തുടങ്ങുന്നത് മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച് ചിറങ്ങും. ഞാൻ എന്ത് പ്രശ്നം, എനിക്കിപ്പോൾ ഒരു സാമ്പത്തികമായ ഒരു പ്രശ്നമാണ് ഇന്ന് കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിൽ പോലും ഞാൻ മാതാവിൻ്റെ മുമ്പിൽ അത് പ്രാർത്ഥിച്ച് ഇറങ്ങിക്കഴിയുമ്പോൾ അത് എങ്ങനെയാണ് നീങ്ങുന്നതെന്ന് അറിയില്ല. ഏതായാലും അതെല്ലാം നല്ലപോലെ എനിക്ക് കാര്യങ്ങൾ നടത്തി തരുന്നുണ്ട്. ചെറുതും വലുതുമായ വളരെ എനിക്ക് നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്. മാതാവിൻ്റെ മുമ്പിൽ ഞാൻ വളരെയധികം അതിന് നന്ദി പറയുന്നു. കാരണം എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഇന്ന് ഞാൻ ഇപ്പം വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ
ഈ പ്രാർത്ഥനകളും ധ്യാനവും ഒക്കെ കേൾക്കുന്ന ഒരു ജീവിതമായിട്ട് എൻ്റെ മാറിയിരിക്കുന്നു. മറ്റേത് വാട്സാപ്പും ഫേസ്ബുക്കും ആയിട്ട് നിന്നോണ്ടിരുന്ന അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായി എന്നത് എന്നിൽ സംഭവിച്ച ഈ അത്ഭുതങ്ങളെക്കാളും കൂടുതലായിട്ട് ഞാൻ ടോട്ടലി മാറി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ മാതാവിനോട് നന്ദി പറയേണ്ടതായിട്ടുള്ളത്. ഈ ഇങ്ങനെയുള്ള ഓരോവിധ അനുഗ്രഹങ്ങളും എനിക്ക് തരുന്നതിന് അമ്മ മാതാവിന് കോടാനുകോടി നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കെയർ ഹോമാണ് നടത്തുന്നത്. എനിക്കവിടെ പോയി ജോലി ചെയ്യേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഞാൻ അവിടെ ചെന്ന് അവിടെയുള്ള അന്തേവാസികൾക്ക് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യുകയും അവരെ നോക്കുകയും ചെയ്യും. നാട്ടിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ ഓൾഡ് ഏജ് ഹോം ഞാൻ സന്ദർശിക്കും. അതുപോലെ മരുന്ന് മേടിക്കാൻ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മരുന്ന് മേടിക്കാൻ പൈസ കൊടുക്കുകയും അങ്ങനെയുള്ള ചെറിയ ചെറിയ സേവനങ്ങളൊക്കെ ഞാൻ എന്നെക്കൊണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പത്രം ഞാൻ ഇവിടുന്ന് മേടിച്ച് കഴിഞ്ഞാൽ അത് എല്ലായിടത്തും കൊണ്ടു കൊടുക്കാറുണ്ട്. പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ കാണുന്ന ആൾക്കാർക്ക് കൊടുക്കും. അതുപോലെ ഏതെങ്കിലും മീറ്റിങ്ങുകൾ പോകുവാണെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കും, സ്റ്റാഫിന് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ എല്ലാ പ്രാവശ്യവും വന്നേച്ച് പോകുമ്പോൾ മാതാവിൻ്റെ രൂപവും കൊന്തയും അതുപോലെ തന്നെ ലോക്കറ്റും ഒക്കെ ഞാൻ മേടിച്ച് എൻ്റെ സ്റ്റാഫിനും അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാറുണ്ട്. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 10-ാം അധ്യായം 9-ാം വാക്യം. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചുവല്ലെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷൈനു ക്ലെയർ മാത്യു തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുകയായിരുന്നു. താൻ UK നടത്തിക്കൊണ്ടിരിക്കുന്ന കെയർ ഹോമിൽ ലൈസൻസ് റദ്ദായി പോവുകയും അത് സമയത്തിൻ്റെ ചുരുക്കത്തിൽ തന്നെ അത് തിരിച്ച് ലഭിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം 18 മാസം കഴിഞ്ഞാൽ മാത്രമേ ആ ലൈസൻസിനുള്ള മറ്റ് കാര്യങ്ങൾ റിവോക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സാധിക്കുകയുള്ളൂ. എന്നാൽ ആ ഒരു സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെയും പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ച ഇവിടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ കാണുകയും ചെയ്യുന്നത് അത് എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കുകയൊക്കെയാണ്. അതോടൊപ്പം തന്നെ HMRCയുടെ ടാക്സ് 4 കോടി രൂപ വരുന്നത് അത് 14 ദിവസം കൊണ്ട് അടക്കുവാനൊക്കെ ആയിട്ട് സാധിച്ചത് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. ഇവിടെ ജീവിതത്തിൽ ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇവരെ മുമ്പോട്ട് കൊണ്ടുപോകണമേ എന്നും അതോടൊപ്പം നിരവധി അനുഗ്രഹങ്ങളാൽ ഇവരെ വഴി നടത്തണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഒപ്പം ഈ അങ്ങേ സന്നിധിയിലായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.